ഇന്ന് നമ്മൾ ചായ തിളയ്ക്കുമ്പോഴത്തേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന അച്ചപ്പം ആയതുകൊണ്ട് തന്നെ നമ്മളിത് മൈദപ്പൊടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് എന്ന് പറയുമ്പോൾ 1/4 കിലോ മൈദപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, കുറച്ച് എള്ള് എടുത്തിട്ടുണ്ട്, ഒരു മുട്ട വേണം. പിന്നെ ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അച്ചപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു കുഴിയുള്ള ബൗൾ എടുക്കാം. അച്ചപ്പത്തിൻ്റെ അച്ചിട്ട് മുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു കുഴിയുള്ള ബൗളായിരിക്കും നല്ലത്. ഇനി ഈ ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തത്. പഞ്ചസാര പൊടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പോൾ ഇതിവിടെ എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ ആയിട്ടാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചേർക്കരുത്. ഇതുപോലെ കുറച്ച് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ട് പിന്നെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ 1.5 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് കണക്കായിരിക്കും. അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. 1-ാം പാലും 2-ാം പാലും മിക്സ് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ബാറ്റർ ഇരിക്കേണ്ടത്. ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള ഓയിലൊന്ന് ചൂടാക്കിയെടുക്കണം. ആ ഒരു സമയത്ത് തന്നെ അച്ചപ്പത്തിൻ്റെ അച്ച് ഈ ഓയിലൊന്ന് ഇട്ട് വെക്കുക. അച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ആദ്യം. അച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഈ മാവിലിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. അച്ചിൻ്റെ പകുതി ഭാഗം മാത്രമേ നമ്മൾ ഇതുപോലെ മുക്കാൻ പാടുള്ളൂ. അച്ച് മുഴുവനായിട്ട് മുങ്ങുന്ന രീതിയിൽ നമ്മൾ മാവിലിട്ടിട്ടുണ്ടെങ്കിൽ അച്ചപ്പം വിട്ടുപോരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓരോന്ന് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ അച്ച് ഇതുപോലെ ഓയിലിട്ട് വെക്കണം. അച്ച് നന്നായിട്ട് ചൂടായിട്ടില്ലെങ്കിൽ നമ്മൾ ഈ മാവ് അച്ചിൽ പിടിച്ച് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് അച്ച് ഓരോ സമയത്തും ഇതുപോലെ ഓയിലിട്ട് വെക്കണം. പിന്നെ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെക്കരുത്. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അച്ചിൽ നിന്ന് അച്ചപ്പം വിട്ടുപോരാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ആദ്യത്തേത് റെഡിയായില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിക്കൊന്നും വേണ്ട. ഓയിലിൻ്റെ ചൂടൊന്ന് റെഡിയാക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് ചുട്ടെടുത്താൽ മതി. അപ്പോൾ അത് റെഡി ആയിക്കോളും. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. നമുക്ക് പെട്ടെന്നൊരു അച്ചപ്പം കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. സാധാരണ നമ്മൾ അച്ചപ്പം ചെയ്യാറുള്ളത് അരി കുതിർത്തതിന് ശേഷം പൊടിച്ചെടുത്തിട്ടൊക്കെയാണ്. അരി കുതിർത്ത് ചെയ്യുന്ന അച്ചപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.